ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസ് ടേസ്റ്റ് വേൾഡ്. ഇന്ന് നമുക്ക് ചക്കയും കൊണ്ട് ചക്കപ്പൊരി തയ്യാറാക്കാം കേട്ടോ. ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡെയിലി ചക്കയും കൊണ്ടുള്ള റെസിപ്പീസാണ് കാണിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, ചക്ക വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. ചക്കയും കൊണ്ട് നമ്മൾ പല പല റെസിപ്പീസൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ചക്കയുടെ കൊണ്ട് തയ്യാറാക്കുന്നത് റെസിപ്പി നമ്മുടെ ചക്കപ്പൊരിയാണ്. വളരെ ടേസ്റ്റിയാണ്, സിമ്പിൾ ആണ്. നമ്മുടെ പഴംപൊരി തയ്യാറാക്കുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് ചക്കപ്പൊരി തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കടക്കാം. ചക്കപ്പൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലെ ചേട്ടനും ചേച്ചി അവരുടെ വീട്ടിൽ ബഡ് തൈ ഉണ്ടായിരുന്നു, അതിലുണ്ടായ ചക്കയാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അവർ തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുട്ടികളൊക്കെ വരുന്ന സമയം കൊണ്ട് നമുക്ക് ചക്കപ്പൊരി തയ്യാറാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചക്കച്ചുളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വരിക്ക ചക്കപ്പഴമാണ്. ഒരു ഏകദേശം ഒരു 10-12 മതി. ഞാനിപ്പോൾ എല്ലാം എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ആ ബൗളിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു മൈദപ്പൊടി നമ്മുടെ ഈ ഒരു ബൗളിലോട്ട് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ അരിപ്പൊടി ചേർക്കാം. നമ്മുടെ സാധാരണ പുട്ടുപൊടിയോ അല്ലെങ്കിൽ നമ്മുടെ പത്തിരിപ്പൊടിയോ ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു അളവിൻ്റെ സ്പൂണും കൊണ്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ചോറൊക്കെ കഴിക്കുന്ന ആ ഒരു സ്പൂൺ വെച്ചാണ് ഞാൻ അളന്നെല്ലാം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കാം. അതായത് മാവിന് രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ആവശ്യമനുസരിച്ച് ഉപ്പ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ആ പൊടികൾക്ക് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്തിരിക്കുന്നത്. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഞുള്ള് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് നല്ലൊരു പെർഫെക്റ്റ്ലി ഒരു ബാറ്ററാക്കി റെഡിയാക്കി എടുക്കാം. അധികം തിക്കും അല്ല, അധികം ലൂസും അല്ലാത്ത ഒരു ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൂണൊന്ന് ഇതുപോലെ മറിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം നോക്കിക്കോളൂ, മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവാണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ പെർഫെക്റ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് റെസ്റ്റിന് വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചക്കച്ചുള രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇതുപോലെ മൊത്തത്തോടെ ഹോളായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്ത് ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ആവശ്യമനുസരിച്ച് ചക്കച്ചുള നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇവിടെ ആവശ്യമുള്ളത് ഒരു 15 to 20 ചുളകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മുടെ കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. കടായിൽ ആവശ്യമനുസരിച്ച് ഓയിലും ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് നമ്മുടെ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചക്കച്ചുള ഒരെണ്ണം എടുത്തതിന് ശേഷം നമ്മുടെ ബാറ്ററിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സൈഡും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഓയിലിലോട്ട് നമ്മുടെ ഈ ഒരു ചക്കച്ചുള ഓരോന്നായിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്ന് ചക്കച്ചുള ഇതുപോലെ തന്നെ ബാറ്ററിലോട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിലോട്ട് ഒന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. പതിയെ ഒന്ന് മുരിഞ്ഞ് വരുന്നിടം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊരു ലൈറ്റ് ഒരു ഷെയ്ഡ് മാറുന്ന നമുക്കൊരു കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു ടൈമിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ഔട്ട് ചെയ്യാം. അതായത് ഒന്ന് മറിച്ചിടാം. നന്നായിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് മറിച്ചിടാം. ഓയിലിൽ നിന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നോക്കിക്കോളൂ, അതിൻ്റെ കളേഴ്സ് എല്ലാം നന്നായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും നല്ല ഗോൾഡൻ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് ആക്കി പൊരിച്ചെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ട് മുരിഞ്ഞ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ബാക്കിയുള്ള ചക്കച്ചുള എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്നായിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കപ്പഴം കൊണ്ട് തയ്യാറാക്കിയ ചക്കപ്പൊരി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെ ഒപ്പം, ചൂട് കട്ടൻ ചായയുടെ ഒപ്പം അല്ലെങ്കിൽ കട്ടൻ കാപ്പിയുടെ ഒപ്പം കഴിക്കാൻ വളരെ എൻജോയ്മെൻ്റ് ആയുള്ള ഒരു സ്നാക്സാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്കും മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. എല്ലാവരും ചക്കപ്പഴം കിട്ടുമ്പോൾ കളയാണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തതിന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.